ഈ സമയത്ത് ഇന്നത്തെ ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി നിൽക്കുന്ന സമയമായിരിക്കാം, യാത്രയിലുള്ള സമയമായിരിക്കാം. വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നു. തീർച്ചയായും ദൈവത്തിന്റെ മഹത്തരമായ അനുഗ്രഹം ഈ ഒരുമിച്ച് ചേരലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. ചെതറോഷ്യൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് ഹാളിൽ ഒരുമിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയും കുറെ കാലഘട്ടമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും വരവോടുകൂടി, സ്മാർട്ട് ഫോണിന്റെ ഡെവലപ്മെന്റോടുകൂടി ലോകം വിരൽത്തുമ്പിൽ എന്ന ആ അർത്ഥവത്തായ വാക്യം നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ബിനോയ്? ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ സാധ്യതയാണ് നമ്മൾ എപ്പോഴും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകം വിരൽത്തുമ്പിൽ എന്നുള്ളത് വളരെ അർത്ഥവത്തായി നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ടെക്നോളജി ഉപയോഗിക്കുന്ന ധാരാളം ബിസിനസ് അവസരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. പോയ വർഷങ്ങളിലെല്ലാം 2022-ലും 2023-ലും 2024-ലും ഇങ്ങനെ നിരവധി ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അതിൽ വിജയിച്ചിട്ടുണ്ടാകാം, പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറുമ്പോൾ വീണ്ടും ഒരു സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ അതിന്റെ സാധ്യത നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഏതായാലും ചെതറോഷൻ എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് വളരെ ചുരുക്കം ആളുകളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകൾ എന്ന് ഞാൻ പറയാൻ കാരണം ചെറിയൊരു കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ മാത്രമാണ് ചെതറോഷൻ എന്ന സബ്ജക്റ്റ് ഇതുവരെ എത്തിയിട്ടുള്ളൂ. അതിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഈ ആശയം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രൂപത്തിലുള്ള അറിവ് നേടിയെടുക്കാൻ ശ്രമിച്ചവരുള്ളൂ. എന്റെ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങൾ അതാണ്. പക്ഷേ ലോകം വളരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന അവസ്ഥയിലേക്ക് ചെതറോഷൻ എന്ന പ്രൊജക്റ്റിലൂടെ നിരവധി ആൾക്കാരെ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ചെതറോഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, അത് ബ്ലോക്ക് ചെയിനിൽ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ്, അത് വലിയൊരു വിജയം ഉണ്ടാക്കി തരാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട് വുഡ എന്നൊരു പുതിയൊരു സെക്ടറിനെ മാർക്കറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. ഡിജിറ്റൽ അസറ്റ് പ്ലാറ്റ്ഫോമുകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വില കയറുക മാത്രം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ് അത് ചെതറോഷനിൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. 2024 മാർച്ച് 20 തുടങ്ങിയ ഈ പ്രൊജക്ട് ഇപ്പൊ 9 മാസം പിന്നിട്ട് നിൽക്കുമ്പോൾ 2253% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് എന്ന് വാട്സപ്പ് മെറ്റ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കാൽക്കുലേഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സെയിം ആ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന്. ചെറിയൊരു കമ്മ്യൂണിറ്റി കൊണ്ട് 2253% ഗ്രോത്ത് റേറ്റിലേക്ക് സിസ്റ്റത്തിന് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പുറകെ ഇതിന്റെ സക്സസ് മനസ്സിലാക്കി ഇറങ്ങിത്തിരിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഇനി വരാനുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് മിറാക്കിൾസ് തന്നെയാണ്. അതിന്റെ കാരണം ഈ സിസ്റ്റം വച്ചിരിക്കുന്ന റിയൽ ടൈം പ്രോസസ് ആണ്. 100% ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിലൂടെ, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലൂടെ റിയൽ ടൈം ആയിട്ടുള്ള ബൈ സെൽ ട്രാൻസാക്ഷൻസും റിയൽ ടൈം പേ ഔട്ടും. ആ ഒരു പ്രോസസ്സ് $20 കൊടുത്ത് കടന്നു വരുന്ന ഏതൊരാൾക്കും പ്രാപ്യമാണ് എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ആളുകളുടെ കയ്യിലേക്ക് ഒഴുകാനുള്ള സമയത്തിലേക്ക് എത്താൻ പോവുകയാണ്. കൈകളിൽ നിന്ന് കൈകളിലേക്ക് പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് സിസ്റ്റം മാറാൻ പോവുകയാണ്. അതിന് പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഈ ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിൽ നമ്മളിലേക്ക് കയറി വരും. ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിൽ 2025 ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിൽ നമ്മളിലേക്ക് കയറി വരാൻ പോകുന്ന ആ പ്രൊജക്റ്റിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ
ഇന്ന് വളരെ വേഗം ടെതർ ഓഷനിൽ ഒരു ടീം സെറ്റ് ചെയ്യാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. $20 തുടങ്ങി $1000 റേഞ്ചിലുള്ള ഏത് എമൗണ്ട് കൊണ്ടും ടെതർ ഓഷന്റെ പാർട്ണറുമായിട്ട് ഒരാൾക്ക് മാറാൻ സാധിക്കും. അങ്ങനെ പാർട്ടായിട്ട് മാറിയവർക്ക് മാത്രമേ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലെ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ സാധിക്കൂ. അല്ലാത്തവർക്ക് ആർക്കും ഓപ്പർച്യൂണിറ്റി ഇല്ല. അന്ന് ടെതർ ഓഷന്റെ പാർട്ടായിട്ട് മാറിയതിനു ശേഷം മാത്രമേ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ഇന്നേ തന്നെ മാറി തയ്യാറായി നിന്നാൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഓപ്പർച്യൂണിറ്റിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു അച്ചീവ്മെന്റിന് വേദിയാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. $20 തുടങ്ങുക. അത് 100 USDT ആകാം, 500 USDT ആകാം, 1000 USDT ആകാം. ഇനി 10,000, 20,000, 30,000, 40,000 USDT മുടക്കണമോ? മുടക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. സിസ്റ്റം പറയുന്നു നിങ്ങൾ മുടക്കുന്ന എമൗണ്ടിന് 35% വിലയുള്ള യൂണിറ്റ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് ഹോൾഡിംഗിലേക്ക് തരും. സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് അങ്ങനെയാണ്. ആര് പണം മുടക്കിയാലും ആ മുടക്കിയ എമൗണ്ടിന് 35% അവർക്ക് ഇൻസ്റ്റന്റ് ഹോൾഡിംഗ് കൊടുക്കും. അത് സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാവുന്ന രൂപത്തിലാണ് കൊടുക്കുന്നത്. അവിടെ പിന്നീട് ലോക്കിംഗ് പീരീഡ്, ഹോൾഡിംഗ് പീരീഡ്, സ്റ്റേക്കിംഗ് പീരീഡ് എന്നൊരു കണ്ടീഷൻ സിസ്റ്റം വയ്ക്കുന്നില്ല. എന്നാൽ ഹോൾഡ് ചെയ്യുന്നവർക്ക് സിസ്റ്റത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വാങ്ങലും വിൽക്കലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ വില കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് സിസ്റ്റത്തിൽ ഉണ്ട്. കാരണം സിസ്റ്റത്തിന്റെ ഓരോ ബൈ പ്രോസസ്സും സിസ്റ്റത്തിന്റെ വില കൂടുന്ന രൂപത്തിലാണ്, കോയിൻ പ്രൈസ് കൂട്ടുന്ന രൂപത്തിലാണ്. സിസ്റ്റത്തിൽ ആര് വിറ്റഴിക്കപ്പെടുമ്പോഴും സിസ്റ്റത്തിൽ വില കൂടുന്ന രൂപത്തിലാണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കിടക്കുന്നത്. അതിനുവേണ്ടി സിസ്റ്റം വെച്ചിരിക്കുന്നത് എവറി ബൈ എമൗണ്ടിന് 52% ഉപയോഗിച്ചിട്ട് ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അത് Web20 പ്ലാറ്റ്ഫോമിൽ, Web20 ബ്ലോക്ക് ചെയിനിൽ ഒരു വാലറ്റിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അത് നമുക്ക് വിസിബിൾ ആണ്. ആ എമൗണ്ട് എത്രയുണ്ട് നമുക്ക് വിസിബിൾ ആണ്. എത്ര യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിസിബിൾ ആണ്. ഏത് ഡിജിറ്റൽ അസറ്റിന്റെയും വില നിർണ്ണയിക്കപ്പെടുന്ന ബേസിക് സയൻസ് ഇതാണ്. എത്ര എമൗണ്ട് ലിക്വിഡിറ്റിയിലുണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട്. ആ എമൗണ്ടിനെ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ യൂണിറ്റിന്റെ, ഒരു യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത്. സോ ഈ സിസ്റ്റത്തിൽ 52% ഫണ്ട് ഉപയോഗിച്ച് കൃത്യമായി ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒറ്റ കാരണം കൊണ്ട്, അത് വിസിബിൾ ആണ്, ട്രാൻസ്പെറന്റ് ആണ് ഒറ്റ കാരണം കൊണ്ട്, അതിൽ വന്നിരുന്ന യൂണിറ്റ്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വില, ഒരു ബൈ പ്രൈസ് അല്ലെങ്കിൽ ഒരു സെൽ പ്രൈസ്, അത് റെക്ഫുൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും അവിടെ നടക്കുന്നില്ല, ഒരു മാനിപ്പുലേഷൻ നടക്കുന്നില്ല. കൃത്യമായ ഒരു ഗ്രോത്ത് ഈ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 52% ലിക്വിഡിറ്റിക്ക് മാറ്റി വെച്ചാൽ ബാക്കി 48% ഫണ്ട് ഉണ്ട്. അതിൽ 5% ഉപയോഗിച്ച് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യും. 43% ഈ പ്ലാറ്റ്ഫോം മാർക്കറ്റ് ചെയ്യുന്നവർക്ക് വരുമാനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. കാരണം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണെങ്കിലും, പ്രൊഡക്റ്റ് ആണെങ്കിലും, പ്ലാറ്റ്ഫോം ആണെങ്കിലും, എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും, സർവീസ് ആണെങ്കിലും, അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ധാരാളം ആളുകളിലേക്ക് എത്തൂ. അത് മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് റവന്യൂ ഷെയറിംഗ് കൊടുത്തേ പറ്റൂ. സിസ്റ്റം 43% അതിനുവേണ്ടി അലോട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം സൂം പ്രോഗ്രാമിലൂടെയോ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഹാളിലേക്ക് വിളിച്ചിട്ടോ, ഓഫ്ലൈൻ ആയോ ഓൺലൈൻ ആയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടോ, ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടോ ഈ പ്ലാറ്റ്ഫോം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പ്രോസസ് ചെയ്യുമ്പോൾ 10 ലെവലിൽ വരുന്ന ടീമിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. 10 ലെവലിൽ വരുന്ന ഓരോ ബൈയും നമ്മുടെ വരുമാനമാണ്. ഫസ്റ്റ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡയറക്റ്റ് റെഫറലാണ്. നമ്മൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. അവർ വഴി വരുന്നതാണ് നമ്മുടെ സെക്കൻഡ് ലെവൽ. അങ്ങനെ ഓരോ ലെവലിലും ബിസിനസ്സുകൾ വരുമ്പോൾ അവർ വാങ്ങുകയോ റീബൈ ചെയ്യുകയോ ചെയ്താൽ, ഒരാൾ വാങ്ങി ഒരു പ്രാവശ്യം, അയാൾക്ക് വീണ്ടും വാങ്ങണം തോന്നി വീണ്ടും വാങ്ങി, അങ്ങനെ ഓരോ വാങ്ങലും നമ്മുടെ അക്കൗണ്ടിൽ പണമായിട്ട് മാറുകയാണ്. അത് ഫസ്റ്റ് ലെവലിൽ നിന്ന് 10%, സെക്കൻഡ് ലെവലിൽ നിന്ന് 3%, 3, 4, 5 ലെവലിൽ 2% വീതമാണ്, 6, 7, 8 ലെവലിൽ 1% വീതമാണ്, 9, 10 ലെവലിൽ 0.5% വീതമാണ്. അങ്ങനെയാണ് സിസ്റ്റം അതിന്റെ ഡിവിഷൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ 23% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 3, 4, 5 ലെവലിൽ ഇൻകം കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. 1, 2 ലെവലിലേക്ക് കണ്ടീഷൻ ഒന്നുമില്ല. ബിസിനസ്സിൽ വരുന്ന ഏതൊരാൾക്കും ആ വരുമാനം കിട്ടും. എന്നാൽ 3, 4, 5 ലെവലിൽ വരുമാനം കിട്ടണമെങ്കിൽ സിസ്റ്റം പറയുന്നു നമുക്ക് പേഴ്സണൽ ID, നമ്മുടെ അക്കൗണ്ട് ID 50 USDT ആയിരിക്കണം. 5 ഡയറക്റ്റ് റെഫറൽ നമുക്ക് ഉണ്ടാകണം. $250 ബിസിനസ് വോളിയവും ഉണ്ടാകണം.
6, 7, 8 ലെവലിൽ ഇൻകം കിട്ടണമെങ്കിൽ അത് $100 നമ്മൾ റീബൈ ചെയ്ത് ഇൻക്രീസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും നമ്മുടെ പേഴ്സണൽ ഐ ഡി. 5 ഡയറക്റ്റ് റെഫറലും $500 ബിസിനസ്സും. അത് തന്നെയാണ് 9, 10 ലെവലിൽ ഇൻകം കിട്ടാനും ആവശ്യമുള്ളൂ. സോ ഞാൻ പേഴ്സണലായിട്ട് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടങ്ങിയതും $100 ഞാൻ എൻ്റെ ഐ ഡി സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് $100 ചെയ്യാൻ പറ്റുന്ന ഒരു 5 പേരെ സ്പോൺസർ ചെയ്തു. അപ്പൊ സിസ്റ്റം പറയുന്ന കണ്ടീഷൻസ് ഓക്കെ ആയി. 10 ലെവൽ ഇൻകത്തിന് ഞാൻ എലിജിബിൾ ആയി. ഇനി സിസ്റ്റത്തിൽ ബിസിനസ് വോളിയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് 1, 2, 3, 4, 5, 100, 200, 300, 400, 500, 1000, 2000, 3000, 5000. 5000 എത്തുമ്പോൾ നമ്മൾ സിൽവർ റാങ്കിലേക്ക് എത്തും. അതിന് സമയപരിധി വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വന്ന ആ ദിവസം തന്നെ വേണേ $5000 ബിസിനസ് ചെയ്തു, നമ്മൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യും. 1 വർഷം കൊണ്ടാണ് എത്തിയത്, അപ്പോഴാണ് നമ്മൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. ആയാൽ ഒരു 4% എക്സ്ട്രാ ഫണ്ട് 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് കിട്ടും. 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 4% എക്സ്ട്രാ ഫണ്ട് കിട്ടും. ഒപ്പം ഫസ്റ്റ് ലെവലിൽ ഇൻകം 10 എന്നുള്ളത് 14 ആയിട്ട് മാറും. അപ്പൊ നമ്മൾ 5 പേരെ സ്പോൺസർ ചെയ്തപ്പോൾ 10% വീതം കിട്ടിയിട്ടുള്ളൂ. അവർ റീബേ ചെയ്താലോ 14% വീതം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറും. കണ്ടോ, ബിസിനസ്സിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് ലെവലിൽ 3 എന്നുള്ളത് 7% മാറും. ഓരോ ലെവലിലെയും ഇൻകം 4% ഇൻക്രീസ് ആകുകയാണ് സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ. ഗോൾഡ് റാങ്കിൽ എത്താൻ സിസ്റ്റം ആവശ്യപ്പെടുന്നത് ടോട്ടൽ ടേൺ ഓവർ $25,000 എത്തണം. അതൊരു സിംഗിൾ ലെഗിലൂടെ വന്നാലും മതി കേട്ടോ. ഇപ്പോ ABCDE 5 പേരെ സ്പോൺസർ ചെയ്തു. ബി ഒരു $1000 ചെയ്യുന്ന ഒരു 25 പേരെ സ്പോൺസർ ചെയ്തു. $25,000 ബിസിനസ് അവിടെ ബി ചെയ്തു കഴിഞ്ഞു. സോ ടേൺ ഓവർ അവിടെ നടന്നു കഴിഞ്ഞു. ഇനി സിസ്റ്റം പറയുന്നത് എന്താ? സിസ്റ്റം പറയുന്നത് 2 സിൽവർ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പൊ ബി അത്രയും ബിസിനസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിൽവർ ആയിട്ടുണ്ടാകും. ഇനി ACDE ഇതിൽ ഏതെങ്കിലും ആളുകൾ വഴി വന്ന ഏതെങ്കിലും ഒരാൾ സിൽവർ ആയാൽ മതി, നമ്മൾ ഗോൾഡ് റാങ്കിൽ എത്തും. അപ്പൊ 8% നമ്മുടെ അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറുകയാണ്. ഫസ്റ്റ് 10 ലെവലിലേക്ക് 8% ഇൻകം എക്സ്ട്രാ കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. എമറാൾഡ് റാങ്ക് $1 ലക്ഷം ബിസിനസ്സും 2 ഗോൾഡും 12% ഇൻകം മാറ്റിയെടുക്കാം. ഡയമണ്ട് റാങ്കിൽ $5 ലക്ഷം ബിസിനസ്സും 2 എമറാൾഡും 16% ഇൻകം മാറ്റിയെടുക്കാം. സോ ഫസ്റ്റ് ലെവലിൽ ഇൻകം വന്നിട്ട് 26% വരെ കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഈ സിസ്റ്റത്തിൽ ഉണ്ടെന്നർത്ഥം. നമ്മുടെയൊക്കെ ആഗ്രഹം അതല്ലേ? പ്രവർത്തിച്ചിങ്ങനെ പോകുന്നതോറും വരുമാനം കിട്ടണം. ഒരു ഗവൺമെന്റ് ജോലിക്കാരനായിട്ട് ഒരാൾ കയറി കഴിഞ്ഞാൽ അയാളുടെ ആഗ്രഹം എന്താ? സമയം ചെല്ലുന്തോറും സീനിയോറിറ്റി കൂടുന്തോറും ശമ്പളം കൂടിക്കൊണ്ടേയിരിക്കണം. അതിന് പ്രൊമോഷൻസ് എവിടേക്ക് വേണോ ആ പ്രൊമോഷൻസ് എല്ലാം നേടിയെടുക്കാൻ അവർ തയ്യാറാണ്. ഒരു ബിസിനസ്സുകാരുടെ ചിന്ത എന്താ? ചെറിയ തോതിൽ തുടങ്ങിയ ഒരു ബിസിനസ് ആണെങ്കിൽ പതിയെ പതിയെ വളർത്തി ആ നാട്ടിൽ നിന്ന് പല ബ്രാഞ്ചുകൾ തുടങ്ങി അങ്ങനെ വലിയ വലിയ ഡെവലപ്മെന്റിലേക്ക് എത്തണം. സെയിം ടെതറോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളും ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയുള്ളൂ. വളരെ പെട്ടെന്ന് എങ്ങനെ ഡയമെൻഷിപ്പ് ക്വാളിഫൈ ചെയ്യാം. വളരെ സിമ്പിൾ ആണ് ഡയമെൻഷിപ്പ് ക്വാളിഫൈ ചെയ്യുന്ന പ്രോസസ് എല്ലാം. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, പ്രൈമറി ഗോളിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. എന്താ? പേഴ്സണൽ ഐ ഡി വാല്യൂ $100 എത്തണം. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന $20 നമ്മുടെ കയ്യിൽ ഉണ്ടാകും, മതി. പക്ഷെ അവിടെ നിന്ന് തുടങ്ങുന്ന ബിസിനസ്സിൽ നിന്ന് $100 നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ സാധിക്കും. കാരണം വരുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ സർവീസ് ചാർജ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ 3-4 റെഫറൻസ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻകം അത് വിഡ്രോ ചെയ്തെടുത്തു, അത് ഉപയോഗിച്ച് റീബൈ ചെയ്തപ്പോൾ $100 എത്തി. സോ നമ്മുടെ പേഴ്സണൽ ഐ ഡി $100 എത്തി കഴിഞ്ഞല്ലോ. 5 ഡയറക്റ്റ് റെഫറലും $500 ബിസിനസ്സും ഇത് നമ്മുടെ പ്രൈമറി ഗോൾ ആയിരിക്കണം. എന്നിട്ട് സിസ്റ്റത്തിൽ യൂണിലെവൽ പ്ലാൻ ആയതുകൊണ്ട് ഏതെങ്കിലും 2 ലൈനിൽ ഫോക്കസ് ചെയ്യുക. കുറെ ലൈൻ നമുക്ക് സ്പോൺസർ ചെയ്യാം. 5, 8, 10, 15, 20, 30, 40, 50, 100 നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സ്പോൺസർ ചെയ്യാം. പക്ഷെ 2 ലൈൻ മാത്രമാണ് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ആക്റ്റീവായി നിൽക്കുന്ന 2 ലൈനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സിസ്റ്റം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്താൽ എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം നമുക്ക് മാറ്റിയെടുക്കാം. മാറുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, മാറ്റിയെടുക്കണം. നമ്മളെല്ലാവരും ഏത് കഴിവുണ്ടെങ്കിലും ആ കഴിവ് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന എവിടെയാ? ഒരാൾ അതിന്റെ പുറകെ നിന്ന് നിങ്ങൾക്ക് പറ്റുമെന്ന് പറയുമ്പോഴല്ലേ. നമ്മളെല്ലാവരും മോഡേൺ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷെ വേഗതയേറിയ ഓട്ടക്കാരനായിട്ട് നമുക്ക് മാറണമെങ്കിൽ ഒരു കോച്ച് നമ്മളോട് പറയണം, പറ്റും, നിങ്ങൾക്ക് പറ്റും, അത് ചെയ്യാൻ പറ്റും, ഞാൻ സപ്പോർട്ട് ചെയ്യാം, നീ നിൽക്കൂ, അങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനെ പൊസിഷൻ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാകും. ആ കോൺഫിഡൻസ് ലെവലിൽ ഓടുന്ന എല്ലാവർക്കും വളരെ വേഗത്തിൽ ഓടാനുള്ള സ്പീഡ് ഉണ്ടാവും. എന്ന് പറയും പോലെ നമ്മൾ ഈ സിസ്റ്റത്തിൽ വന്ന് ഒരു 5 പേരെ സ്പോൺസർ ചെയ്യുക. ഈ 5 പേരോടും സെയിം സ്റ്റോറി നമ്മളൊന്ന് പറയുകയാണെങ്കിൽ എന്താണെന്നറിയോ?
5 പേരെ സ്പോൺസർ ചെയ്യുക, 5 പേരെ സ്പോൺസർ ചെയ്യുക, 5 പേരെ സ്പോൺസർ ചെയ്യുക. സ്റ്റോറി വേറെ ഒന്നുമില്ല. വരുന്ന എല്ലാവർക്കും ഒരേ ഒരു ഫോക്കസേ ഉള്ളൂ. 5 പേരെ സ്പോൺസർ ചെയ്യുക, 5 പേരെ സ്പോൺസർ ചെയ്യുക, 5 പേരെ സ്പോൺസർ ചെയ്യുക. എങ്കിൽ നമ്മൾ 5 പേരെ സ്പോൺസർ ചെയ്യുമ്പോൾ ആദ്യത്തെ ലെവലിൽ 5 എൻട്രി നടക്കും. $100 എൻട്രി ആണ് എല്ലാം. $500 ബിസിനസ് നടക്കും. 10% ഇൻകം ഉണ്ട്. $50 ഇൻകവും കിട്ടും. ആ 5 പേരും സെയിം സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ 5 പേർക്കും ഈ $50 കിട്ടും. നമുക്ക് $75 കിട്ടും. കാരണം 25 എൻട്രികൾ $100 നടക്കുമ്പോൾ $2500 ആയി. $2500 3%, $75 ഇൻകം കിട്ടും. അപ്പൊ തന്നെ $3000 ബിസിനസ് നമ്മൾ ടോട്ടൽ ടേൺ ഓവർ ആയി കഴിഞ്ഞു. സിൽവർ ആകാൻ എത്ര വേണം? $5000 ബിസിനസ് മതി. അപ്പൊ ഇനി $2000 ബിസിനസ് മതി. സോ 25 പേരുടെ ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റത്തിലേക്ക് വന്നു. 4 പേര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും $2000 ബിസിനസ് ആയില്ലേ? നമ്മൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. പിന്നീടുള്ള 21 പേര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലെവൽ ഇൻകം മാത്രമല്ല റാങ്ക് ബോണസ് കൂടി കിട്ടും. അപ്പൊ സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകം വളരെ പെട്ടെന്ന് കൂടുന്ന ഒരു സ്വഭാവമാണ് ഈ സിമ്പിൾ സ്റ്റോറി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സംഭവിക്കുക. എന്താണ് സിമ്പിൾ സ്റ്റോറി? വരുന്ന എല്ലാവരും 5 പേരിലേക്ക് എത്തിക്കുക സിസ്റ്റം. അത് ഞാൻ നിന്നെ സഹായിക്കാനുണ്ട്. നമുക്ക് പറ്റും, നമുക്ക് ഈസി ആയിട്ട് പറ്റും, ഈസി ആയിട്ട് സാധിക്കും. ഈ ചിന്തയോടുകൂടി ഒരേ മനസ്സോടുകൂടി ഫോക്കസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം മാത്രമാണിത്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന വേറൊരു തലമാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഫെബ്രുവരി 1st വീക്കിൽ വരാൻ പോകുന്ന പ്ലാറ്റ്ഫോം അതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇത്തരത്തിലൊരു ഐഡിയ എടുത്തു വരുന്ന ഒരാൾ അദ്ദേഹത്തിന് ആ മാർക്കറ്റ് പ്ലേസിൽ പോയി ഡെയിലി ട്രേഡ് ചെയ്യാൻ സാധിക്കും. ആ ട്രേഡിന്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷനും മറ്റു കാര്യങ്ങളും അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എല്ലാം ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കാം. പക്ഷെ ഒരു ഇമ്പാക്റ്റ് മാത്രം ഞാൻ പറഞ്ഞു തരാം. ഒരുപക്ഷെ ഒരു $1000 ഒരാൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ട്രേഡ് ചെയ്യുകയാണ്. ഓൾറെഡി ടെതറോഷൻ മെമ്പർക്ക് മാത്രമേ മാർക്കറ്റ് പ്ലേസിൽ പോയി ട്രേഡ് ചെയ്യാൻ സാധിക്കൂ. സോ നമ്മൾ ഒരു $100 കടന്നു വന്ന ഒരാളാണ്. മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി $1000 കൊണ്ട് വാങ്ങി. ഒരു $1100 കിട്ടിയപ്പോൾ നമ്മൾ അത് വിറ്റു. അപ്പൊ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്? $100 പ്രോഫിറ്റ് ഉണ്ട്. മാർക്കറ്റ് പ്ലേസിൽ സിസ്റ്റത്തിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ഏത് മാർക്കറ്റ് പ്ലേസിലും ആ കണ്ടീഷൻ ഉണ്ട്. എന്ത് വാങ്ങിയാലും ഒരു സർവീസ് ചാർജ് നമ്മൾ കൊടുത്തേ പറ്റൂ. എന്ത് വിറ്റാലും ഒരു സർവീസ് ചാർജ് കൊടുത്തേ പറ്റൂ. ടെതറോഷന്റെ മാർക്കറ്റ് പ്ലേസിലെ സർവീസ് ചാർജ് 1% വാങ്ങുമ്പോൾ, 3% വിൽക്കുമ്പോൾ. $1000 1% $10. $1100 നമ്മൾ വിൽക്കുന്നത്. അപ്പൊ $1100 3% $33. മൊത്തം $43 നമ്മൾ സർവീസ് ചാർജ് കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ വന്ന ലാഭം $100 ആണ്. അതിൽ $43 സർവീസ് ചാർജ് കൊടുത്തതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയത് $57 ഉള്ളൂ. പക്ഷെ ടെതറോഷൻ മാർക്കറ്റ് പ്ലേസിൽ വേറൊരു കാര്യം സിസ്റ്റം ചെയ്തിട്ടുണ്ട്. $1000 വാങ്ങലും $1000 വിൽക്കലും ഒരാൾ ചെയ്താൽ അദ്ദേഹത്തിന് ഒരു ട്രേഡർ ക്ലബ് ബോണസ് പോയിന്റ് കൊടുക്കും. ട്രേഡർ ക്ലബ് ബോണസ് പോയിന്റ്. അത് കിട്ടുന്ന ഒരു പോയിന്റ് മാത്രമാണ്. എന്ത് ചെയ്താൽ മതി? $1000 വാങ്ങണം, $1000 വിൽക്കണം. സോ ഇവിടെ $1000 വാങ്ങി $1100 വിറ്റപ്പോ ഈ പോയിന്റ് കിട്ടി, $57 പ്രോഫിറ്റും കിട്ടി. സെയിം എല്ലാ ദിവസവും സെയിം സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരാൾ ഫോക്കസ് ചെയ്തു. 30 ദിവസം കൊണ്ട് $30,000 അദ്ദേഹം വാങ്ങും, $30,000 അദ്ദേഹം വിൽക്കും. അദ്ദേഹത്തിന് 30 പോയിന്റുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ടെതറോഷൻ മാർക്കറ്റ് പ്ലേസിൽ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. $5000 ടേൺ ഓവർ ചെയ്യുന്ന ഒരാൾക്ക് എക്സ്ട്രാ 5 പോയിന്റ് കൊടുക്കും. അപ്പോൾ $10,000 എത്തുമ്പോഴോ എക്സ്ട്രാ 10 പോയിന്റ് കിട്ടും. അപ്പോൾ 15,000 എക്സ്ട്രാ 15 പോയിന്റ് ആയി. അപ്പൊ $60,000 ടേൺ ഓവർ മൊത്തം നടക്കല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? 60 പോയിന്റ് അദ്ദേഹത്തിന് പൂൾ ബോണസ് പോയിന്റിന് വേണ്ടി ട്രേഡർ ക്ലബ് പോയിന്റ് ആയിട്ട് കിട്ടുകയാണ്. സിസ്റ്റത്തിന് കിട്ടിയ സർവീസ് ചാർജിന്റെ 10% ഈ പൂളിലേക്ക് മാറ്റി വെച്ചിട്ട്, അത് നമ്മൾ ചെയ്ത ട്രേഡിന്റെ മാത്രമല്ല, സിസ്റ്റത്തിൽ ടോട്ടൽ നടന്ന ട്രേഡിലൂടെ എത്ര സർവീസ് ചാർജ് കിട്ടിയോ, ബയേഴ്സിൽ നിന്നും 1%, സെല്ലേഴ്സിൽ നിന്നും 3%, അങ്ങനെ സിസ്റ്റത്തിൽ ഒരു മാസം നടന്ന ടോട്ടൽ ടേൺ ഓവറിന്റെ സർവീസ് ചാർജായി ലഭിച്ച എമൗണ്ടിന്റെ 10% പൂൾ ഇൻകത്തിലേക്ക് മാറ്റിവെച്ച് ഈ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിസ്റ്റം അതാത് മാസം റിലീസ് ചെയ്യും. അവിടെ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത്, ആ ഒരു മാസത്തെ പൂൾ പോയിന്റ് ആ മാസം തന്നെ പേയ്മെന്റ് ആയി കൊടുക്കും. അടുത്ത മാസത്തേക്ക് പോയിന്റ് മാറത്തില്ല. അടുത്ത മാസം തുടങ്ങുന്നത് 0 പോയിന്റിലായിരിക്കും. അപ്പൊ അടുത്ത മാസം പോയിന്റ് വേണമെങ്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമേ പോയിന്റ് കിട്ടൂ. ഇവിടെ $1000 വാങ്ങിയ ഒരാൾക്ക് വേണമെങ്കിൽ കാത്തിരിക്കാം, വിൽക്കാതെ കാത്തിരിക്കാം, പക്ഷെ പോയിന്റ് കിട്ടത്തില്ല.
അപ്പൊ പോയിന്റ് കിട്ടാൻ വേണ്ടി ഒരു മിനിമം പ്രോഫിറ്റിൽ എത്തുമ്പോൾ എപ്പോഴും വാങ്ങലും വിൽക്കലും നടത്തിക്കൊണ്ടിരിക്കും. സിസ്റ്റത്തിൽ ട്രേഡ് ആക്റ്റീവ് ആകും. ബോണസ് പോയിന്റ് നേടിയെടുക്കുമ്പോൾ ഒരു റഫ് കാൽക്കുലേഷനിലൂടെ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, നമ്മളോട് ഡിസ്കഷനിൽ കണ്ടെത്തിയ ഒരു കാര്യം, ആവറേജ് ഒരു പോയിന്റിന് $10 വിലയുണ്ടെങ്കിൽ 60 പോയിന്റ് നേടുന്ന ഒരാൾക്ക് $600 പൂളിക്കമായി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. നേരത്തെ നമ്മൾ കണ്ടു $1000 വാങ്ങലും $1100 വിൽക്കുകയും ചെയ്തപ്പോൾ $57 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. $57 വീതം 30 ദിവസം പ്രോഫിറ്റ് എടുത്താൽ $1710 ആണ് അവിടെ പ്രോഫിറ്റ് എടുക്കുക. $600 പൂളിംഗ് കൂടെ കയറുമ്പോൾ $2310 ആ ഒരു മാസം വരുമാനമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ട്രേഡർ മാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, $100 കൊണ്ട് കടന്നു വരുന്ന ഒരു സിസ്റ്റത്തിൽ വന്ന ഒരാൾ അത് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് എടുക്കുന്നു. പക്ഷെ അതിന് യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അതിന് പൂളിംഗം കിട്ടും, അതിന് കോയിന്റെ ഗ്രോത്ത് കിട്ടുന്നുണ്ട്, അതിന്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ കമ്മീഷൻ കിട്ടും, അത് ഓരോ ലെവലിൽ എത്തുമ്പോൾ റാങ്ക് കിട്ടും, റാങ്കിനനുസരിച്ച് കമ്മീഷൻ വേറെ കിട്ടും. അങ്ങനെ ഗ്രോ ചെയ്തു പോകുന്ന ഓർഗനൈസേഷനിലുള്ള ഓരോ ആൾക്കാരും ട്രേഡേഴ്സ് ആയിട്ട് മാറുമ്പോൾ അവർ വലിയ വലിയ എമൗണ്ട് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റത്തിൽ മാറും. മാത്രമല്ല ഈ ട്രേഡിംഗ് സർവീസ് ചാർജിന്റെ 10% മാത്രമേ സിസ്റ്റം പൂളിംഗത്തിലേക്ക് മാറ്റിവെക്കുന്നുള്ളൂ. ബാക്കി 90% പൈസയുണ്ട്. അതിലൊരു 40% സെയിം നെറ്റ്വർക്കിലേക്ക് ഇൻകം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലേക്ക് ഒഴുകാൻ പോകുന്നത് USDTയുടെ ഒരു ബഹളം തന്നെയായിരിക്കും. ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കിൽ ആ ഒരു ബഹളം എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ, ഇന്ന് ഡിസംബർ 27 ഇന്ന് മുതൽ ജനുവരി 31 വരെയുള്ള ദിവസം നിർണായകമാണ്. എത്ര ഫാസ്റ്റ് ആയിട്ട് ടീമിനെ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ, എത്ര ഫാസ്റ്റ് ആയിട്ട് ജീനിയോളജി സെറ്റ് ചെയ്ത് ടീമിനെ റെഡിയാക്കി നിർത്താൻ സാധിക്കുമോ, ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ പ്ലാറ്റ്ഫോം ഓപ്പൺ ആവുന്ന സമയത്ത് ഇവരെല്ലാവരും ട്രേഡ് സ്റ്റാർട്ട് ആവും. ട്രേഡ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരും 1000, 2000, 3000, 10000 ഒക്കെ വെച്ച് ട്രേഡ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ $100 കൊണ്ട് ട്രേഡ് ചെയ്ത് നോക്കും. ട്രേഡ് നടക്കുന്നുണ്ടോ, വാങ്ങാൻ പറ്റുന്നുണ്ടോ, വിൽക്കാൻ പറ്റുന്നുണ്ടോ, പ്രോഫിറ്റ് വരുന്നുണ്ടോ? ആ പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ അത് ആനുപാതികമായി ഓരോ ദിവസം ചെല്ലുന്തോറും ട്രേഡിംഗ് കോൺഫിഡൻസ് മാറിക്കൊണ്ടിരിക്കും. ടെതറോഷിന്റെ മാർക്കറ്റ് പ്ലേസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സാധാരണ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പോലെ വാങ്ങുന്ന സാധനം വില കുറഞ്ഞു പോകുന്ന സാഹചര്യം വരില്ല. കാരണം ടെതറോഷിന്റെ പ്രൈസ് എത്രയാണോ അതിന്റെ 5 ഇരട്ടിയായിരിക്കും മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ്. സ്വാഭാവികമായിട്ടും പ്രൈസ് ഒരിക്കലും താഴാത്ത ഒരു മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് സിസ്റ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹ്യൂജ് ടേൺ ഓവർ ട്രേഡിംഗിൽ നടക്കും. അതുകൊണ്ട് തന്നെ പൂൾ ഇൻകം ആയിട്ട് വരുന്ന എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ഓരോ ദിവസം ചെല്ലുന്തോറും ആ പൂളിംഗും കൂടി വരുന്നത് നമുക്ക് സൈറ്റിൽ കാണാൻ സാധിക്കും. 20-ാം തീയതി, 25-ാം തീയതി, 30-ാം തീയതി ആകുമ്പോഴത്തേക്കും പൂളിംഗം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്ന ഏതൊരാളും മാക്സിമം പോയിന്റ് ഏൺ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ആ മാസം ക്ലോസ് ചെയ്യുമ്പോൾ അത് അവരുടെ അക്കൗണ്ടിലേക്ക് പണമായിട്ട് മാറുന്ന ഒരു സാഹചര്യം, USDT ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുകയാണ്. അതിന് പറ്റുന്ന ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചാൽ, അതിനൊരു ഫോക്കസോടുകൂടി ബിസിനസ് ചെയ്യാൻ സാധിച്ചാൽ, വെറും $100 ഡ്യൂപ്ലിക്കേഷൻ ടീമിൽ നടക്കുന്ന ഒരു പ്രോസസ്സിൽ 3ാമത്തെ ലെവൽ നമ്മൾ സിൽവർ റാങ്ക് ആണ്, 4ാമത്തെ ലെവലിൽ ഗോൾഡ് റാങ്ക് ആണ്, 5ാമത്തെ ലെവലിൽ എമറാൾഡ് റാങ്ക് ആണ്, 6ാമത്തെ ലെവലിൽ ഡയമണ്ട് ആണ്. 7ാമത്തെ ലെവലിൽ എത്തുമ്പോൾ ഡയമണ്ടുകളുടെ എണ്ണം കൂടും. 8ാമത്തെ ലെവലിൽ ടീമിൽ ഡയമണ്ടുകളുടെ എണ്ണം കൂടും. 9ാമത്തെയും 10ാമത്തെ ലെവലുകളിൽ ടീമിൽ ഡയമണ്ടുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. സെയിം സിസ്റ്റം ഡ്യൂപ്ലിക്കേഷൻ 100% പെർഫെക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ലീഡർ ഉണ്ടെങ്കിൽ 58,43,54,362 രൂപ 50 പൈസ അതിലൂടെ ലെവൽ ഇൻകവും റാങ്ക് ബോണസും മാത്രമായിട്ട് നേടിയിട്ടുണ്ടാകും. ഈ വരുന്ന ടീം എല്ലാം തന്നെ ഫെബ്രുവരി മാസം മുതൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലൂടെ കിട്ടുന്ന വരുമാനം USDTയുടെ ഒഴുക്ക് സംഭവിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ സിസ്റ്റം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വരുമാനമുള്ള ഒരു സിസ്റ്റമായിട്ട് മാറുമെന്ന കാര്യം മനസ്സിലാക്കിയെടുക്കണം. കാരണം ഇതൊരു പ്രൈസ് അപ്രീസിയേഷൻ, ബൈയും സെല്ലും നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിനെ ബേസ് ആക്കി വെച്ചിട്ടാണ് മാർക്കറ്റ് പ്ലേസ് വരാൻ പോകുന്നത്. സാധാരണ മാർക്കറ്റ് പ്ലേസ് ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ മാർക്കറ്റ് പ്ലേസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കമ്മ്യൂണിറ്റി മാർക്കറ്റിന്റെ മാർക്കറ്റ് പ്ലേസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഫോറക്സ് മാർക്കറ്റിന്റെ മാർക്കറ്റ് പ്ലേസ് കണ്ടിട്ടുണ്ട്, ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് പ്ലേസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഒരു സ്ട്രഗ്ലിംഗ് പോയിന്റ് അവിടെ കിടക്കുന്നുണ്ട്. കാൻഡിൽസ് വാച്ച് ചെയ്ത് മാർക്കറ്റിന്റെ പൾസ് മനസ്സിലാക്കി മൂവ്മെന്റ് എങ്ങനെയാണെന്ന് പഠിച്ച് കൃത്യമായി ട്രേഡ് എടുത്താലും ട്രേഡിംഗ് പൊളിറ്റിക്സുകൾ നമ്മളെ എപ്പോഴും നഷ്ടത്തിലേക്ക് നയിക്കാറുണ്ട്. 3, 4, 5 ദിവസം കൃത്യമായിട്ട് നമ്മൾ ട്രേഡ് എല്ലാം എടുത്ത് കൃത്യമായി പ്രോഫിറ്റ് എല്ലാം എടുത്ത് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ 5ാമത്തെ ദിവസം ഒരു നഷ്ടം സംഭവിച്ചാൽ ഈ വരുന്ന ലാഭം മുഴുവൻ ആ നഷ്ടത്തിൽ
കവർ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിൽ സംഭവിക്കും. നെറ്റ് റിസൾട്ട് 0 ആയിരിക്കും. ഒരു മന്ത്ലി ആവറേജ് ഒരു ട്രേഡർക്ക് എടുക്കുമ്പോൾ വലിയ നഷ്ടം സംഭവിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഈ സിസ്റ്റം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത്തരം ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിൽ. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന രജിസ്ട്രേഷൻ ഒരു നഷ്ടവും നമുക്ക് തരുന്നില്ല. നമുക്ക് തരുന്ന യൂണിറ്റുകളുടെ പ്രൈസ് അപ്രീസിയേഷനിലൂടെ നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് കൃത്യമായ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ നടക്കുമ്പോൾ വരുന്ന എമൗണ്ടിന്റെ 52% ലിക്വിഡിറ്റിയിൽ വെച്ച് 35% വരുന്ന യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. സെല്ല് നടക്കുമ്പോൾ 100% ബേൺ ചെയ്ത് 90% ലിക്വിഡിറ്റിയിൽ പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പോ വാങ്ങുമ്പോൾ ക്രിയേറ്റ് ചെയ്യുകയും വിൽക്കുമ്പോൾ ബേൺ ചെയ്യുന്ന പ്രോസസ്സിലൂടെ വാങ്ങുമ്പോൾ 52% ലിക്വിഡിറ്റിയിൽ വയ്ക്കുകയും 35% കോയിൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ 17% എക്സ്ട്രാ ഫണ്ട് ലിക്വിഡിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. വിൽക്കുമ്പോൾ 10% ലിക്വിഡിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. സോ ലിക്വിഡിറ്റി കോയിൻ അനുപാതം കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഓരോ ബൈ സെൽ ട്രാൻസാക്ഷനും ഈ സിസ്റ്റത്തിൽ വില കൂടുന്ന അവസ്ഥ ഉണ്ടാകും. ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അതിന്റെ പോസിബിലിറ്റി കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞ 9 മാസം കൊണ്ട് സിസ്റ്റം പ്രൂവ് ചെയ്തു 0.22549 എന്ന പ്രൈസിലേക്ക് സിസ്റ്റം എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ വളരെ മനോഹരമായ പ്ലാറ്റ്ഫോമാണ് ടെതറോഷൻ എന്ന്. തീർച്ചയായും കോയിൻ സെൽ ലിമിറ്റ് വെച്ചതുകൊണ്ടും ടീം ഇൻകം ലിമിറ്റ് വെച്ചതുകൊണ്ടുമാണ് ഇത്രമാത്രം ഗ്രോത്ത് ഈ ഷോർട്ട് ടൈമിൽ ഈ ചെറിയ കമ്മ്യൂണിറ്റിയിലൂടെ സംഭവിക്കാൻ കാരണം ഇവിടെ വന്നിരിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ഗ്രോത്ത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ പാക്കേജിന്റെ ഇരട്ടി വിലക്കുള്ളത് മാത്രമേ വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. ഇപ്പോ ആദ്യത്തെ കസ്റ്റമർ 3500 യൂണിറ്റ്സ് കിട്ടിയ ഒരു കസ്റ്റമറാണ്. $780 വാല്യൂ ഇന്ന് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ആ $789 വാല്യൂ വിഡ്രോ ചെയ്യുന്ന സമയത്ത് $200 മാത്രമേ വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. ബാക്കി 580 വിഡ്രോ ചെയ്യണമെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടണം. അപ്പൊ അദ്ദേഹം $200 വിഡ്രോ ചെയ്തപ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റി വില കൂടി. വീണ്ടും റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടിയപ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. വീണ്ടും വിറ്റപ്പോൾ വീണ്ടും വില കൂടി. ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന മൊമെന്റിൽ 8-9 ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതിലൂടെ 9 പ്രാവശ്യം ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ വില കൂടുന്ന ഒരു സിസ്റ്റം കോയിൻ സെല്ല് ലിമിറ്റിലൂടെ സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഈ ചെറിയ കമ്മ്യൂണിറ്റിയിൽ ഈ 2259% ഗ്രോത്ത് റേറ്റിലേക്ക് സിസ്റ്റം എത്താൻ കാരണം. അത് മാത്രമല്ല, ഇതിൽ നെറ്റ്വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ പാക്കേജിന്റെ 3 ഇരട്ടി എത്തിയാൽ വീണ്ടും റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടാതെ വീണ്ടും കമ്മീഷൻ വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും അവർ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം കോയിന്റെ പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അവർ ഇൻകം വിഡ്രോ ചെയ്യാൻ വേണ്ടി റീബൈ ചെയ്യുമ്പോൾ വീണ്ടും കോയിന്റെ പ്രൈസ് കൂടുകയാണ്. വീണ്ടും കമ്മീഷൻ വാങ്ങുന്നു, കോയിന്റെ പ്രൈസ് കൂടുന്നു. വീണ്ടും ഇൻകം വിഡ്രോ ചെയ്യാൻ വേണ്ടി ലിമിറ്റ് കൂട്ടാൻ വേണ്ടി റീബൈ ചെയ്യുന്നു, വീണ്ടും കോയിന്റെ പ്രൈസ് കൂടുന്നു. സോ ടീം ഇൻകം ലിമിറ്റും സിസ്റ്റത്തിൽ വളരെ വേഗം പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടാകാൻ കാരണമായി തീർന്നു. സോ പാസീവ് ഇൻകമായ വിർച്വൽ കോയിൻ അപ്രീസിയേഷൻ. 2, പൂൾ ഇൻകം എന്ന് പറയുന്ന മനോഹരമായ ഒരു ആശയം. സിസ്റ്റത്തിന് ഒരു ബേർഡനുമില്ലാത്ത ആശയം. സിസ്റ്റത്തിന്റെ ടേൺ ഓവറിന്റെ 4% ഫണ്ടും അൺപെയ്ഡ് ഇൻകങ്ങളും ആഡ് ചെയ്ത് വരുന്ന ഫണ്ടിനെ ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പോയിന്റ് കിട്ടുന്ന ആർക്കൊക്കെയാ? $100 ചെയ്തവർക്ക് പോയിന്റ് കിട്ടും, $500 ചെയ്തവർക്ക് പോയിന്റ് കിട്ടും, $1000 ചെയ്തവർക്കും പോയിന്റ് കിട്ടും. ഈ പോയിന്റ് ടോട്ടൽ ഫണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഫണ്ടിനെ ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. അതനുസരിച്ച് പൂൾ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എത്ര നാൾ? ആ എമൗണ്ട് തിരിച്ചു കിട്ടുന്നത് വരെയും. ഇപ്പൊ $100 ചെയ്തവർക്ക് $100 കിട്ടുന്നവരെയും ആ പൂൾ ഇൻകം കൊടുക്കും. $500 ചെയ്തവർക്ക് $500 കിട്ടുന്നവരെയും പൂൾ ഇൻകം കൊടുക്കും. $1000 ചെയ്തവർക്ക് $1000 കിട്ടുന്നവരെയും പൂൾ ഇൻകം കൊടുക്കും. സോ $100 നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് പോകുമ്പോൾ വരുന്ന എല്ലാവരോടും 5 പേരെ കൊണ്ടുവരണം, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, മെസ്സേജ് കൊടുത്തു വന്നു. കുറച്ചു പേര് അതൊന്നും ചെയ്തില്ല. പക്ഷെ അവരും ഈ സിസ്റ്റത്തിൽ പോസിറ്റീവായി പ്രതികരിക്കുന്ന അവസ്ഥയിലേക്കാണ് സിസ്റ്റം അയാളെ മാറ്റുന്നത്. കാരണം ഡെയിലി അദ്ദേഹത്തിന് പോളിംഗ് കിട്ടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹം ചെയ്തോ ഇല്ലയോ, നെറ്റ്വർക്ക് ചെയ്തോ ഇല്ലയോ, ആ റെസ്പോൺസ് ഇല്ലയോ, ഈ സിസ്റ്റം നോക്കുന്നില്ല. അദ്ദേഹത്തിന് $100 പാക്കേജ് ഉണ്ടോ, ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റത്തിൽ ടേൺ ഓവർ ഉണ്ടോ, ഒരു പോയിന്റ് വിലയുണ്ടാകും. ആ വില അദ്ദേഹത്തിന് പൂളിംഗമായി കിട്ടും. അത് 500 1000 ചെയ്തിട്ടുണ്ടെങ്കിൽ $1600 16 പോയിന്റിന്റെ വരുമാനം കിട്ടും. $1600 തിരിച്ചു കിട്ടുന്നവരെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. സോ കോയിൻ അപ്രീസിയേഷനിലൂടെ ഒരു വരുമാനം കിട്ടുന്നു, പൂളിംഗത്തിലൂടെ വേറെ വരുമാനം കിട്ടുന്നു, വർക്ക് ചെയ്ത് 3x വരുമാനം വേറെയും കിട്ടുന്നു. കൃത്യമായ ഒരു കാൽക്കുലേഷൻ ആണ് ഇതിനുവേണ്ടി സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാൽക്കുലേറ്റർ ആയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം 9 മാസം സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോൾ 1500 മേലെ ആൾക്കാരിലേക്ക് സിസ്റ്റം എത്തിക്കഴിഞ്ഞു. ഇനി ഈ സിസ്റ്റത്തിലേക്ക് വരാൻ പോകുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഈ സിസ്റ്റത്തിലുള്ള മെമ്പേഴ്സിന് മാത്രമേ മാർക്കറ്റ് പ്ലേസിൽ പോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇപ്പോ എക്സിസ്റ്റ് ചെയ്യുന്ന ട്രേഡേഴ്സ് ആരാണത്? പല പല പ്ലാറ്റ്ഫോമിലൂടെ പല പല ക്രിപ്റ്റോ കറൻസി സെക്ടറിലായിരിക്കാം, ഷെയർ മാർക്കറ്റ് സെക്ടറിലായിരിക്കാം, കമ്മ്യൂണിറ്റി സെക്ടറിലായിരിക്കാം,
ഫോറസ്റ്റ് സെക്ടറിലായിരിക്കാം, ഇവരെല്ലാം ട്രേഡ് ചെയ്യുന്നത്. ഡെയിലി ട്രേഡേഴ്സ് ആണ് അവർ. അവരുടെ ഫോക്കസ് രാവിലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ വരുന്നു, കൃത്യമായി മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നു, ക്യാൻഡിൽസ് എല്ലാം നോക്കുന്നു, അവർ ട്രേഡ് എടുക്കുന്നു. ലക്ഷ്യം ആ ട്രേഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഫിറ്റ് കിട്ടണം. ഒരു $1000 ട്രേഡ് ചെയ്ത ഒരാളുടെ ഫോക്കസ് ഒരു $100 സമ്പാദിക്കണമെന്നാണ്. കിട്ടുന്ന ദിവസങ്ങളുണ്ട്, ഇഷ്ടംപോലെ ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഒരു ദിവസം നഷ്ടം വന്നാൽ ഈ കിട്ടിയത് മുഴുവൻ ചിലപ്പോൾ പോയിട്ടുണ്ടാകും. അത്തരം ഒരു ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന മാർക്കറ്റ്, അതിന്റെ റീസൺ മാർക്കറ്റ് പൊളിറ്റിക്സ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റ് ഒരുപക്ഷെ ആ ദിവസം സംഭവിക്കാതിരുന്നാൽ നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നു, മാർക്കറ്റ് അപ്പായി. വാവ്! അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നാൽ മാർക്കറ്റ് അപ്പാകുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റും ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഇലക്ഷൻ തമ്മിൽ എന്താ ബന്ധമുള്ളത്? അതൊരു മാർക്കറ്റ് പൊളിറ്റിക്സ് ആണ്. ഒരു രാജ്യത്തിന്റെ ബോർഡറിൽ വേറൊരു രാജ്യത്തിന്റെ ആർമി വന്നു, മാർക്കറ്റ് ഡൗൺ ആയി. വോ! അങ്ങനെയുള്ള പൊളിറ്റിക്സുകൾ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസേഴ്സിനെയാണ് മാർക്കറ്റിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ലൂസേഴ്സിന് സൃഷ്ടിക്കുമ്പോഴും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന് കൃത്യമായ റവന്യൂ കിട്ടിയിട്ടുണ്ടാകും. അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ ചിന്തിച്ചു നോക്കാം. ജസ്റ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്, ക്രിപ്റ്റോ കറൻസി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണല്ലോ. ക്രിപ്റ്റോ കറൻസിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ക്രിപ്റ്റോ കറൻസിയിൽ ലാസ്റ്റ് 24 hours കോയിൻ മാർക്കറ്റ് ക്യാപ്.com എന്ന വെബ്സൈറ്റിൽ നമുക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഓരോ കറൻസിയെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാലോ. നമുക്ക് പരിചയമുള്ള ഒരു കറൻസി, ഇപ്പൊ നമ്മൾ ഗ്യാസ് ഫീക്ക് വേണ്ടി കൊടുക്കുന്ന കറൻസിയാണ് BNB. $688 BNBക്ക് വിലയുണ്ട്. $688 BNBക്ക് വിലയുണ്ടെങ്കിൽ ലാസ്റ്റ് 24 hours BNBയിൽ നടന്ന ട്രാൻസാക്ഷന് മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം. നോക്കൂ, ലാസ്റ്റ് 1 day ട്രാൻസാക്ഷൻ ആണ് കാണുന്നത്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് $1.89 ബില്യൺ ആണ്. $1.89 ബില്യൺ ട്രാൻസാക്ഷൻ. അത്രയും ട്രാൻസാക്ഷൻ ലാസ്റ്റ് 24 hours നടന്നിട്ടുണ്ട് BNB എന്ന കറൻസിയിൽ. അത് എത്ര പ്ലാറ്റ്ഫോമിലൂടെ ആകാം, അനലൈസ് ചെയ്ത് നോക്കിക്കോളൂ. ഈ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം സർവീസ് ചാർജ് കിട്ടിയിട്ടുണ്ടാകും. അതിന്റെ ഒരു പെർസെൻറ്റേജ് എടുത്തു നോക്കി, എത്ര ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അവർ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടാകുക. ഈ വരുമാനം ആർക്കെങ്കിലും അവർ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇവിടെ BNB വാങ്ങി വിറ്റ ആളുകളാണ് ഈ സർവീസ് ചാർജ് കൊടുത്തത്. ആ വാങ്ങി വിറ്റപ്പോ അവർക്ക് ലാഭമാണോ നഷ്ടമാണോ ഇല്ലോ എന്നുള്ളത് ഈ മാർക്കറ്റ് പ്ലേസുകൾ ഒന്നും തന്നെ ചെക്ക് ചെയ്യുന്നില്ല. അവർക്ക് ലാഭം ഉണ്ടായിക്കോട്ടെ നഷ്ടം ഉണ്ടായിക്കോട്ടെ, സർവീസ് ചാർജ് കൃത്യമായിട്ട് മാർക്കറ്റ് പ്ലേസിന് കിട്ടണം. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുന്നത്. BNB എന്ന കറൻസി മാത്രം എക്സാമ്പിൾ എടുക്കണ്ട. നിങ്ങൾ കമ്പനിയുടെ ഷെയർ എടുത്തോളൂ, ഒരു ഫോറക്സ് മാർക്കറ്റിലെ യൂണിറ്റ് എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ഒരു കമ്മോഡിറ്റി എടുത്തോളൂ. ഈ എല്ലായിടത്തും വാങ്ങുന്നവൻ വിൽക്കുന്നു, ലാഭം കിട്ടുന്നു, നഷ്ടം വരുന്നു. ലാഭം കിട്ടിയാലും നഷ്ടം വന്നാലും വാങ്ങിയിട്ടുണ്ടോ സർവീസ് ചാർജ് കൊടുക്കണം, വിറ്റിട്ടുണ്ടോ സർവീസ് ചാർജ് കൊടുക്കണം. സുഹൃത്തുക്കളെ, വ്യത്യസ്തമായ ഒരു അനുഭൂതി ഒരു വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോമിലൂടെ TetherVerse എന്ന പ്ലാറ്റ്ഫോം നമുക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഏറ്റെടുക്കാൻ പറ്റുമോ? ഇതുവരെ നമ്മൾ അനുഭവിച്ചതല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. 2025 നമ്മളിലേക്ക് സംഭാവന ചെയ്യാൻ പോകുന്നത് ചെറിയ സബ്ജക്റ്റ് അല്ല, വലിയ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിന്റെ ഡെപ്ത് മനസ്സിലാക്കി അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെല്ലാം എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, ഏറ്റെടുക്കും, പ്രൊമോട്ട് ചെയ്യും, നിലത്ത് നിൽക്കാൻ തോന്നില്ല. എവിടെയെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ എല്ലാം എത്തിക്കാൻ ശ്രമിക്കും. ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നിൽക്കില്ല. നമ്മൾ ഇന്ന് 1000 രൂപ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി 24 മണിക്കൂറും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ TetherVerse എന്ന പ്ലാറ്റ്ഫോമിലൂടെ $10,000 നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ നമ്മൾ സംഭവിച്ചിട്ടുണ്ടാകുക. ഫോക്കസ് കൃത്യമാണെങ്കിൽ, അതിനുവേണ്ടിയുള്ള എഫേർട്ട് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ അച്ചീവ്മെന്റ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സോ അത് മനസ്സിലാക്കാൻ, ഏറ്റെടുക്കാൻ 2025 എന്ന വർഷത്തെ നിങ്ങളുടേതാക്കി മാറ്റാൻ, നമ്മുടേതാക്കി മാറ്റാൻ TetherVerse എന്ന പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കും. അതിന് ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ടീമായി വർക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു സെഷൻ ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ക്വസ്റ്റൻ ആൻസർ സെഷൻസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായ ഇൻഫർമേഷൻ പറയുന്നതിന് വേണ്ടിയും വൺ ഓഫ് ദ കോ ഡെവലപ്പർ മിസ്റ്റർ സിനോഫർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Hi, sir. Yes. Sir, voice audible ആണ്? Yes, audible ആണ്. Okay, one second. Fine. Thank you, Majid sir. Thank you for the fantastic presentation and a small hint about our new project. Yes. Right.
Okay, നമസ്കാരം. എൻ്റെ പേര് സയ്യദ് സിനോഫർ. ഞാൻ കാലിക്കറ്റാണ്. ആൻഡ് ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറാണ് ബൈ പ്രൊഫഷൻ ആൻഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ I'm very much active since 2002. And last 8 വർഷമായിട്ട് ക്രിപ്റ്റോ ബേസ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് ഓഫ് പ്രൊജക്ട്സിലും ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. ലൈക്ക് ഫ്രം മൈനിങ് ടു സ്റ്റേക്കിംഗ്, ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇയർ we came to a conclusion that മാർക്കറ്റിൽ കണ്ടമാനം സ്കാംസ് നടക്കുന്നുണ്ട്. ക്രിപ്റ്റോ മേഖലയിൽ കണ്ടമാനം സ്കാംസ് നടക്കുന്നുണ്ട്. And that's how we founded Tether-Ocean. So Tether-Ocean last 9 months ആയിട്ട് അതിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് it was an amazing performance, right? ഈ ലാസ്റ്റ് 9 months നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു അറിവില് ഓൾമോസ്റ്റ് ലൈക്ക് 40 to 50 കമ്പനീസ് മാർക്കറ്റിൽ വന്ന് ആൾക്കാരെ പൈസ സ്കാം ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ വി ആർ സ്റ്റിൽ ഗ്രോയിങ് വെരി സ്ട്രോങ്ലി. ഞങ്ങളുടെ അസറ്റിന്റെ വാല്യൂ 0.01 സെൻസിനും 0.22 വരെ എത്തി, വിച്ച് ഇസ് 22 ടൈംസ് ഗ്രോത്ത്. ഈ 22 ടൈംസ് ഗ്രോത്ത് മാത്രമല്ല ഇതിന്റെ പ്ലസ് പോയിന്റ്. ഞങ്ങളുടെ അസറ്റിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇതെന്താന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അസറ്റിന്റെ വാല്യൂ ഒരിക്കലും താഴത്തേക്ക് പോയില്ല. ഞങ്ങൾ 0.01 സ്റ്റാർട്ട് ചെയ്തു, 0.01 പിന്നെ ഞങ്ങൾ ഒരിക്കലും പ്രീവിയസ് പ്രൈസിലേക്ക് പോയിട്ടില്ല. ബിക്കോസ് ഈ സിസ്റ്റം ഞങ്ങൾ ബിൽഡ് ചെയ്തത് ഈ കോയിന്റെ പ്രൈസ് ഒരിക്കലും താഴത്തേക്ക് പോവില്ല. ബിക്കോസ് ഒരു ബിൽഡിംഗ് ആൻഡ് ബേണിംഗ് ടെക്നോളജിയിൽ കൂടാണ് ഈ പ്രോജക്റ്റ് മൂവ് ആയിക്കൊണ്ട് പോകുന്നത് ആക്ച്വലി. സോ പീപ്പിളിന്റെ വളരെ അധികം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. They wanted a faster system where people can make much bigger money. Leaders ഞങ്ങൾക്ക് കുറെ സജഷൻസ് തന്നു that you have to start ROI plan. നിങ്ങൾക്ക് 1% per day ഉള്ള പ്ലാൻസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. But we are totally against that. Because എന്തെന്ന് പറയുകയാണെങ്കിൽ ഏതൊരു സിസ്റ്റമിലും 1%, 2% per day ഗ്രോത്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ system will collapse in 3 or 4 months time. And that we are seeing in the market for a long time. So Tether-Ocean's growth was very stable. We built a community of more than 1,500 people. ഇതിൽ ആക്റ്റീവായി വർക്ക് ചെയ്ത ആൾക്കാർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ബൈ ഫെബ്രുവരി 1st അല്ലെങ്കിൽ ഫെബ്രുവരി 1st വീക്ക് ഞങ്ങളൊരു നെക്സ്റ്റ് പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ആ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ trust me guys, the growth will be 5 times. Okay? Income ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു മാസം $1,000 ചെയ്യാൻ പറ്റുകയാണെങ്കിൽ once that project is coming up നിങ്ങളുടെ ഇൻകം അറ്റ്ലീസ്റ്റ് $5,000 ടച്ച് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. Tether-Ocean's number of leaders who were working was very less. Our leaders introduced ചെയ്തു, പക്ഷെ leaders were not duplicating. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന കോൺസെപ്റ്റിൽ there will be a lot of participations. Even the investors ഈ ഒരു സിസ്റ്റമിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ പ്രാക്ടിക്കലി കൂടാതെ പറഞ്ഞ ഒരു ടെക്നോളജി വാല്യൂ അപ്പ് ഡിജിറ്റൽ അസെറ്റ് അത് നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുകയാണ്. ബിക്കോസ് ഞങ്ങളൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മാർക്കറ്റ് പ്ലേസിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്താലും അവിടെ അസറ്റിന്റെ വാല്യൂ ഒരിക്കലും താഴത്തേക്ക് പോവില്ല. എപ്പോഴും ആ അസറ്റിന്റെ വാല്യൂ മേലേക്ക് പോവുള്ളൂ. അപ്പം എല്ലാവരും ട്രേഡിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് പറയുകയാണെങ്കിൽ ലിക്വിഡിറ്റി ഇൻക്രീസ് ആവും. ലിക്വിഡിറ്റി ഇൻക്രീസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് പറയുകയാണെങ്കിൽ Tether-Ocean's വെർച്വൽ ടോക്കന്റെ പ്രൈസസ് കൂടും. വെർച്വൽ കോയിന്റെ പ്രൈസസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് പറയുകയാണെങ്കിൽ Tether-Ocean's അസറ്റ്സ് ഞങ്ങൾ ലോഞ്ച് ചെയ്ത Tether-Ocean's അസറ്റിന്റെ വാല്യൂ
5 times increase. Suppose that the virtual coin, the price 0.2 ആണെങ്കിൽ virtual coin the asset will be $1. The virtual coin, the price is 0.3 ആയാൽ this will be $1.5. So either the impact will be giving you more details in the coming days. We are working on with the posters. Development team is working on the marketplace. Most probably the January 25th model. By January 25th, testing they will start the shape. A testing success cycle. By February 1st or February 1st week, we will go live. So anything of doubts and legal, you can ask me. You can ask me. മൈക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഫെസിലിറ്റി ഓപ്പൺ ആണ്. ആർക്കും മൈക്ക് ഓപ്പൺ ചെയ്ത് ഷെയർ ചെയ്യാം. കിട്ടിയ ഇൻഫോർമേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് മൈക്ക് ഓപ്പൺ ചെയ്ത് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഫ്രീ ടോക്കിംഗ് ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. So existing leaders, we met Majid sir and Monday. We had a discussion. We had a complete project overview. Majid sir was very excited. അതേപോലെ ഞങ്ങൾ കുറെ leaders ആയിട്ട് ഞങ്ങൾ personally സംസാരിച്ചു. We took a lot of inputs from the leaders actually. Because ഞങ്ങൾ എന്തൊരു project കൊണ്ടുവരാണെങ്കിൽ we were looking at sustainability. Because 9 months prove that we didn't have any complaints on the system. Project was live, system was live. Only downtime we only had 1 day downtime, and it was well informed. Our sign up issues, so we had some minor issues which we were able to fix it in like 6 hours time maximum. So we are looking out for a very sustainable system, and we promise you in the going days also that the Roshan either project we will obviously look out for the sustainability. So because system sustain all the leaders will be very comfortable. Even though they are earning less today, they will be able to scale up and they need not look out for a different opportunity. So one thing that the Roshan confident work you need not look out for a different opportunity, because that Roshan the marketplace and that Roshan the assets, the assets is going to give you very good income. And live item Muda is something known as value up digital asset. The technology live item because trading minimum you will experience that this is a minimum trading automatically and the Majid sir 10 to 20% of the trading volume will be added up to the liquidity. And our liquidity add on automatically that the current price increase. And that the current price increase automatically the asset in the price 5 times improve. Okay. So coming days we will give you more information. Posters and videos already out of them. And most probably Harun mic open. Yes, sir. പിന്നെ ഇതില് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പിന്നെ ലിമിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ മാർക്കറ്റ് പ്ലേസിൽ ഇപ്പൊ നമ്മൾ $1,000 ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്ത് അപ്പൊ അതിന് ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല സർ. ബിക്കോസ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാലാണ് ലിക്വിഡേഷൻ നടക്കുക ആക്ച്വലി.
പക്ഷെ ഞങ്ങളുടെ സിസ്റ്റമിൽ ഒരിക്കലും ഞങ്ങൾ അസറ്റിന്റെ പ്രൈസ് ഒരിക്കലും താഴത്തേക്ക് പോകില്ല. ഇപ്പൊ നിങ്ങൾ $1,000 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അസറ്റിന്റെ വാല്യൂ ഒരിക്കലും 999 പോവില്ല. നിങ്ങൾ അസറ്റ് വാല്യൂ വിൽ ഓൾവേസ് ബി അബൌട്ട് $1,000. അതിന് ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ട്? ഇപ്പൊ നമ്മൾ $1,000 ചെയ്ത് 1,150 ആകുമ്പോൾ നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ 150 പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നല്ലേ? എങ്ങനെയാന്ന് പറയുകയാണെങ്കിൽ വി ഹാവ് എ സിസ്റ്റം. ഇവിടെ എന്താന്ന് പറയുകയാണെങ്കിൽ ഈ കോയിന്റെ പ്രൈസ് മേലേക്ക് പോലും ഒരിക്കലും താവില്ല ആക്ച്വലി. ഓക്കെ, സോ ഒരു അപ്കമിങ് ഒരു ഈ കോയിന്റെ പ്രൈസ് അസറ്റിന്റെ പ്രൈസ് മേലേക്ക് പോവുകയാണെങ്കിൽ, ഫോർ എൻ എക്സാമ്പിൾ, നിങ്ങൾ $1,000 അസറ്റ് വാങ്ങി ആൻഡ് യു ആർ ഗെറ്റിംഗ് 1,000 അസറ്റ്സ്. ഓക്കെ, ആൻഡ് ഈ കോയിന്റെ പ്രൈസ് ഇൻക്രീസ് ആയിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ കോയിന്റെ അസറ്റിന്റെ പ്രൈസ് $2 ആയാൽ your asset value will be $2,000, right? But ഇവിടെ നിങ്ങൾക്കൊരു സെല്ലിംഗ് ലിമിറ്റ്സ് ഉണ്ടാവും. ബിക്കോസ് ആ സെല്ലിംഗ് ലിമിറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ആരും ഇവിടെ സെല്ല് ചെയ്യില്ല ആക്ച്വലി, റൈറ്റ്? സോ for to control that, you will have a limit of 1.3x. അപ്പോൾ നിങ്ങൾ അസറ്റ് $1,300 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് സെല്ല് ചെയ്യണം ആക്ച്വലി. 1,300 എത്തുമ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യും. Tether Ocean virtual coins, നിങ്ങൾ $1,000 ബൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് $350 worth of coins ആണ് allocate ആയത് ആക്ച്വലി. സോ നിങ്ങൾക്ക് അവിടെ നിന്നും 350 $2,000 എത്താൻ ദ കോയിന്റെ പ്രൈസ് 5 times മൊമെന്റം ഉണ്ടാവണം. അപ്പോഴാണ് നിങ്ങൾക്ക് 2x വാല്യൂ കിട്ടുക ആക്ച്വലി, കറക്റ്റ്? പക്ഷെ ഇവിടെ എന്താന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ $1,000 അസറ്റ്സ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് $1,000 asset value is there from the day one. So നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ അത് സെൽ ചെയ്യാം. പക്ഷെ മാക്സിമം 1.3x ആണ് ലിമിറ്റ്. അപ്പോൾ 1,300 വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽ ചെയ്യാം അല്ലേ? നിങ്ങൾ സെൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെയും ബൈ ചെയ്യാം. ഓക്കെ, ഫോർ എൻ എക്സാമ്പിൾ അന്നേരം വിഡ്രോ ചെയ്യാൻ പറ്റും അതിൽ? ഇത് ഗ്യാസ് ഫീ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അത് it depends upon the marketplace. Marketplace buyers and sellers dependent ആയിരിക്കും actually. So initially it might take a little time, but most probably by the way that things are growing up, there will be more buyers and sellers in the market. വിഡ്രോയില് ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ട്? അപ്പൊ ഇത് ഗ്യാസ് ഫീസ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വിഡ്രോ ചെയ്യാം അല്ലേ? ഇപ്പോൾ ബാക്കി വിഡ്രോ ചെയ്യാം. യെസ്, 300 കിട്ടിക്കഴിഞ്ഞാൽ 129 ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം അല്ലേ? നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ you will have 3% fees വരും. 43 അല്ലേ പറഞ്ഞു? 30 or 30 അല്ലേ? 100-ന് സെല്ലിംഗ് ഇപ്പൊ നിങ്ങൾ 1,300 നിങ്ങൾ സെല് ചെയ്യുകയാണെങ്കിൽ 1,300 സെല് ചെയ്യുകയാണെങ്കിൽ 1,300 3% വരും. ഓക്കെ, സോ എന്താന്ന് പറയുകയാണെങ്കിൽ പക്ഷെ നിങ്ങൾ ഏർലി ആയിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഏർലി ആയിട്ട് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് സിസ്റ്റം കിട്ടും. ആ പോയിന്റ് സിസ്റ്റം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു പോളിംഗ് കൂടി ആഡ് ആവും ആക്ച്വലി അവിടെ. ഡെയിലി ബൈ ആൻഡ് സെല്ല് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പോളിംഗ് കിട്ടും അല്ലേ? പോയിന്റ് വരും അല്ലേ? ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ടോ? 1,000 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? അതിന് അബോ ചെയ്യാൻ പറ്റും? You can do any amounts of എത്ര എമൗണ്ട് വേണമെങ്കിലും. അതിന്റെ മോർ ഇൻഫോർമേഷൻ the project is going to be mind blowing actually. Project വളരെ mind blowing ആയിരിക്കും. ബിക്കോസ് എന്താന്ന് പറയുകയാണെങ്കിൽ Tether Oceanല് ഒരു വ്യക്തി ഒരു $1,000 ഇൻവെസ്റ്റ് ചെയ്താൽ പുള്ളിക്ക് ഒരു $1,000 അസറ്റ് വാല്യൂ $350 ആണ് ഇനീഷ്യലി കിട്ടുന്നത്. ആ $350 $2,000 ടച്ച് ആവാൻ ഒരു 6 to 8 months ടൈം എടുക്കും ആക്ച്വലി, റൈറ്റ്? So the growth was a little bit slow. പക്ഷെ ഇവിടെ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒരു പേഴ്സന്റെ അസറ്റ് $1,000 to 1,300 എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന $1,000 ഉണ്ടല്ലോ ആക്ച്വലി, ആ $1,000 നിങ്ങൾ പേ ചെയ്യുന്ന ഗ്യാസ് ഫീസസ് ഉണ്ടല്ലോ, ഗ്യാസ് ഫീസ്, ബൈങ്ങിലെ ഗ്യാസ് ഫീസ് ആൻഡ് സെല്ലിങ്ങിലുള്ള ഗ്യാസ് ഫീസിന്റെ 20% amount ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ആവും ആക്ച്വലി, റൈറ്റ്? സോ ഇനീഷ്യലി നിങ്ങൾക്ക് രണ്ട് സ്ഥലത്ത് you can buy it from two places.
One is the smart contract. നിങ്ങൾക്ക് സ്മാർട്ട് കോൺട്രാക്ട് Yeah. കൂടെ വാങ്ങുമ്പം നിങ്ങൾക്കൊരു 5% എക്സ്ട്രാ കോയിൻസ് കിട്ടും. പക്ഷേ Yeah. Okay. സ്മാർട്ട് കോൺട്രാക്ട് കൂടെ വാങ്ങുമ്പം നിങ്ങൾക്കൊരു 20 days ലോക്കിംഗ് ടൈം ഉണ്ടാവും ആക്ച്വലി. സോ നിങ്ങൾക്ക് 20 days കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടില്ല. പക്ഷെ യുവർ കോയിൻസ് ആർ റിലീസ്ഡ് ഓൺ ദ സെയിം ഡേ. Right. So initially everyone will buy from the smart contract. പക്ഷെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ സപ്പോസ് നിങ്ങൾ ഒരു $1,000 വാങ്ങുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് പ്ലേസിലും $3,000 വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിലും തിരിച്ചു വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, മാർക്കറ്റ് പ്ലേസിൽ ഡെയിലി പൈസ സെല് ചെയ്യാൻ അല്ലേ? അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല അല്ലേ? അതിൽ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. Right? ഇല്ല ഇല്ല. So have an equal balance. To have an equal balancing of having buyers and sellers, ഞങ്ങളൊരു സ്മാർട്ട് കോൺട്രാക്ട് ടു മാർക്കറ്റ് പ്ലേസിന്റെ റേഷ്യോ 1:3, 1:4 സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. Right? So sufficient buyers and sellers മാച്ച് ആവുമ്പം ട്രേഡിംഗ് വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ട് നിൽക്കും ആക്ച്വലി. സ്ട്രാറ്റജി സെയിം തന്നെയാണ് അല്ലേ? ബയേഴ്സും സെല്ലേഴ്സും കൂടുമ്പോൾ ഓൾറെഡി അപ്പ് ആവില്ല അല്ലേ? ഓബിയസ്ലി എന്താന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം സ്മാർട്ട് കോൺട്രാക്റ്റിൽ സ്മോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സ്മാർട്ട് കോൺട്രാക്റ്റിൽ $1,000 നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ 20% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ആവും. ടെത്തറോഷ്യന്റെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ആവും. ടെത്തറോഷ്യന്റെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ആവുമ്പോൾ ടെത്തറോഷ്യനും വെർച്വൽ കോയിൻസ് അലൊക്കേറ്റ് ആവില്ല. അപ്പൊ എന്താ ടെത്തറോഷ്യന്റെ പ്രൈസ് കൂടും ആക്ച്വലി. റൈറ്റ്? Let's say $2,000 or $3,000 ടെത്തറോഷ്യന്റെ ലിക്വിഡിറ്റിയിലേക്ക് നമ്മൾ ആഡ് ചെയ്താൽ ടെത്തറോഷ്യന്റെ പോയിന്റ് പ്രൈസ് 0.01 ആയിട്ട് ഇൻക്രീസ് ആവും. അപ്പൊ 0.22 നിന്ന് 0.23 ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താവെന്ന് പറയുന്നത് ടെത്തറോഷ്യന്റെ അസറ്റ്സ് ഉണ്ടല്ലോ അതിന്റെ പ്രൈസിങ് 0.05 ആയിട്ട് ഇൻക്രീസ് ആവും. സോ ദാറ്റ് ഈസ് എ ബ്യൂട്ടി. അപ്പൊ നമ്മൾ ടെത്തറോഷ്യന്റെ അസറ്റ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇൻഡയറക്ട്ലി നമ്മൾ ടെത്തറോഷ്യന്റെ വെർച്വൽ കോയിൻസിന്റെ പ്രൈസ് ഇൻക്രീസ് ആവും. വെർച്വൽ കോയിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെത്തറോഷ്യന്റെ അസറ്റിന്റെ പ്രൈസും ഓട്ടോമാറ്റിക്കലി 5 times ഇൻക്രീസ് ആവും ആക്ച്വലി. അപ്പൊ ഇവിടെ യു വിൽ ബി ഏബിൾ ടു സീ എ മച്ച് ഹയർ ഗ്രോത്ത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലേ? ഇത് ലൈക്ക് ഞങ്ങൾ ടെത്തറോഷ്യൻ അസറ്റ്സ് ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. യു വിൽ ബി ഏബിൾ ടു ബൈ ഫ്രം സ്മാർട്ട് കോൺട്രാക്ട് ആൻഡ് യു വിൽ ബി ഏബിൾ ടു ബൈ ഫ്രം മാർക്കറ്റ് പ്ലേസ് ഓൾസോ. സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു 5% എക്സ്ട്രാ ബോണസ് കിട്ടും. മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കോയിൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ആവും. സ്മാർട്ട് കോൺട്രാക്ട് കൂടെ ആണെങ്കിൽ ഒരു 20 days ഹോൾഡിംഗ് ഉണ്ടാവും ആക്ച്വലി. സോ നിങ്ങൾ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വൺസ് ഒരു $100 വാങ്ങുകയാണെങ്കിൽ പിന്നെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. നിങ്ങളൊരു $300 മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് പിന്നെ വാങ്ങാൻ പറ്റുള്ളൂ. ദിസ് ഇസ് ഗോയിങ് ടു ബി എക്സൈറ്റിംഗ് ബിക്കോസ് ദ സെയിം ജീനോളജി ആണ്. ഇപ്പോ ഹാരൂൺ സർ നിങ്ങൾക്ക് ഓൾറെഡി ടീം ഉണ്ടോ? ഇല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലേ, സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഓക്കെ, ഫൈൻ. സോ ഇവിടെ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒക്കെ ഒരേ ടീമാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ ടെത്തറോഷ്യന്റെ വെർച്വൽ കോയിൻസ് വാങ്ങാം, അതേപോലെ ടെത്തറോഷ്യന്റെ അസറ്റ്സ് വാങ്ങാം. ആ അസറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി എന്താണെന്ന് പറയുകയാണെങ്കിൽ all the uplines will get commissions, liquidity add ആവും, and the project will run much faster. Okay? Okay. Thank you. So വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഒരേ ഒരു റിക്വസ്റ്റ് ഉള്ള എല്ലാവരെയും things are going to be very excited, right? Next 1 month it is the right time. എല്ലാവരും നല്ല ടീം ബിൽഡ് ചെയ്യുക. Okay? The Tetharosian, there is going to be a huge improvements. February മുതൽ you will see your income 5 or 10 times better. So വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തോളൂ. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇന്ന് കവർ ചെയ്യപ്പെട്ടത്.
ഹാറൂണിന്റെ കുറെ ചോദ്യങ്ങൾ, കുറെ ക്ലാരിഫിക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുകയുണ്ടായി. ഒപ്പം തന്നെ പലർക്കും പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാകും. ഏറ്റവും രസകരമായ സത്യം, ഏതൊരു സിസ്റ്റം ആണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആ സിസ്റ്റം ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്താൻ പോകുന്ന വരുമാനം വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനം എത്രയാണോ അതിന്റെ വളരെ അധികം ഇരട്ടി നേടിയെടുക്കാൻ ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുക എന്ന പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടെതറോഷിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ പഠിക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ലെവലിൽ 10%, സെക്കൻഡ് ലെവലിൽ 3%, പിന്നീടുള്ള 3 ലെവലിൽ 2% വീതം, അതായത് 13, 6, 19% ഇൻകം ആദ്യത്തെ 5 ലെവലിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. സെയിം മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് നെറ്റ്വർക്കിലൂടെ കിട്ടാൻ പോകുന്ന ഇൻകവും ഈ 5 ലെവലിലെ ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ഒരു സ്ട്രക്ചർ, ഫസ്റ്റ് ലെവലിൽ 5 പേര്, സെക്കൻഡ് ലെവലിൽ 25 പേര്, തേർഡ് ലെവലിൽ 125 പേര്, 4ാമത്തെ ലെവലിൽ 625 പേര് എന്ന രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് പോകാൻ നമ്മൾ തയ്യാറാണോ? ആണെങ്കിൽ 100% ഷുവർ ആണ് ഫെബ്രുവരി മാസം അത്തരം ആളുകളുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത് ഡെയിലി മിനിമം $1000 മേലെയായിരിക്കും. അത്രമാത്രം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാർക്കറ്റിംഗ് ആശയമാണ് മാർക്കറ്റ് പ്ലേസിലൂടെ ഓപ്പൺ ആകാൻ പോകുന്നത്. വർക്കൗട്ട് ചെയ്യുക, ഏറ്റെടുക്കുക. ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. നാളെ ശനിയാഴ്ച ദിവസം വൈകിട്ട് 8 മണിക്ക് തമിഴ് സൂം ഉണ്ട്. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു. ഗുഡ് നൈറ്റ്. Right, sir.